അങ്ങനെ ഏവരും കാത്തിരിക്കുന്ന വി ഡി സതീശൻ സർക്കാരിന്റെ കന്നി ബജറ്റാണ്. അല്പസമയത്തിനകം തന്നെ ബജറ്റ് പ്രഖ്യാപനം. ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നമ്മളോടൊപ്പം ബുധൻ പുലരിയിൽ സാമ്പത്തിക വിദഗ്ധനായ ശ്രീ ആദികേശവൻ സാർ കൂടി ചേരുന്നുണ്ട്. എന്തായാലും സാർ കൂടുതൽ കാര്യങ്ങൾ വളരെ ഗൗരവതരമായി തന്നെ വിശകലനം ചെയ്യും. സർ നമസ്കാരം. സർ, എന്തായാലും ബഡ്ജറ്റ് അല്പസമയത്തിനകം അവതരിപ്പിക്കും. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളം കാത്തിരിക്കുന്നത്. കാരണം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, പ്രത്യേകിച്ച് അത് മാത്രവുമല്ല, ഈ സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുൻപ് നൽകിയ വാഗ്ദാനങ്ങൾ അത് പാലിക്കേണ്ട വലിയൊരു ബാധ്യത ഈ ബഡ്ജറ്റിനില്ലേ? എങ്ങനെയായിരിക്കാം ഈ ബഡ്ജറ്റ് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റുക? ഞാനീ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചു. പൊതുവെ അതൊരു നോ ബ്രെയിനർ, വലിയ ബുദ്ധിയൊന്നും വേണ്ട. എന്താണ് ജനങ്ങളുടെ പ്രതീക്ഷ, അല്ലെങ്കിൽ ഈ ബഡ്ജറ്റിലെ കണക്കുകളെ ഉറ്റുനോക്കുന്ന അനലിസ്റ്റുകളടക്കം എങ്ങനെ ഈ ഗ്യാരണ്ടി, ഇപ്പം 5 ഗ്യാരണ്ടി അവർ പറഞ്ഞല്ലോ. ഇപ്പോൾ അധികാരത്തിലുള്ള ആ പൊളിറ്റിക്കൽ ഫോർമേഷൻ ഐക്യ ജനാധിപത്യ മുന്നണി 5 ഗ്യാരണ്ടികളുടെ കാര്യം പറഞ്ഞു. എന്തായാലും ഈ 5 ഗ്യാരണ്ടികളും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്, നടപ്പിലാക്കാനായിട്ട് സർക്കാരിന് സാധിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു കോസ്റ്റ് ഉണ്ടാകും. അപ്പോൾ എത്രയായിരിക്കും ആ തോത് എന്നുള്ളത് റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും. എൻ്റെ കണക്കുകൂട്ടലിൽ ഏറ്റവും കൂടുതൽ തുക വേണ്ടി വരുന്നത് തീർച്ചയായിട്ടും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1500. എനിക്ക് തോന്നുന്നത് LDF സർക്കാരിൻ്റെ അവസാനത്തെ മാസങ്ങളിലാണത് കൂട്ടിയത് 2000. അപ്പോൾ 1500 കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് സർക്കാരിൻ്റെ കണക്കുണ്ടായിരുന്നു. പെർ മന്ത്, ഓരോ മാസവും സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടി ചിലവാകുന്ന തുക 900 കോടി. അപ്പോൾ 1500 3000 ആക്കുമ്പോൾ നാച്ചുറലായിട്ടും ഓരോ മാസവും വീണ്ടും ഒരു 900 കോടിയുടെ എമൗണ്ട് വേണ്ടി വരും. 62 ലക്ഷം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത്. അപ്പോൾ 900 ഒരു വർഷത്തേക്ക് കണക്കാക്കുമ്പോൾ തീർച്ചയായിട്ടും അത് മാത്രം 10,800, 11,000 കോടി, 11,000 crore സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. ബാക്കിയുള്ള 3-4 കാര്യങ്ങൾ, ഇപ്പം KSRTC ഫ്രീ ട്രാവൽ ഒക്കെ കൂടി നോക്കുമ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 15,000 കോടിയുടെ എങ്കിലും അധിക വരുമാനം നമുക്ക് കണ്ടെത്തേണ്ടി വരും. ഈ 15,000 കോടിയുടെ രാവിലെ തന്നെ കണക്ക് പറയുകയാണെന്ന് വിചാരിക്കരുത് കാണുന്ന ആൾക്കാർ. പക്ഷേ എന്തായാലും കണക്കാണല്ലോ ബഡ്ജറ്റിലുള്ളത്. അപ്പോൾ കണക്ക് നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റില്ല. മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം GSDP എന്ന് പറയും. GSDP ഇപ്പോൾ ഏകദേശം 14 ലക്ഷം കോടി. അതായത് മാർച്ച് 26 കഴിഞ്ഞ സാമ്പത്തിക വർഷം 14 ലക്ഷം കോടിയായിരുന്നു. ബഡ്ജറ്റ്, നമുക്കൊരു ബഡ്ജറ്റ് വന്നല്ലോ ഫെബ്രുവരി 29. അതിന് പ്രകാരം 26-27 ആഭ്യന്തര ഉൽപ്പാദനം സംസ്ഥാനത്തിൻ്റെ മാത്രം 16 ലക്ഷം കോടി. അങ്ങനെയാണെങ്കിൽ 1% ഓഫ് ആഭ്യന്തര ഉൽപ്പാദനം ആണ് ഈ 16,000. മൊത്തം ഉൽപ്പാദനം 14 ലക്ഷം കോടി GSDP. നമുക്ക് ബഡ്ജറ്റിൽ ഈ ക്ഷേമ പദ്ധതി 5 എണ്ണം നടത്താൻ വേണ്ടി മാത്രം വരുന്ന തുക 16,000 കോടി, 15-16. അപ്പോൾ 1%. അതാണ്. അപ്പോൾ ധനക്കമ്മിയുടെ ശരിക്കും പറഞ്ഞാൽ മറ്റൊരു വിസ്മയങ്ങളും സംഭവിച്ചില്ലെങ്കിൽ 1% ഇൻക്രീസ് ധനക്കമ്മിയിലുണ്ടാകും. ഇതാണ് ഒരു കണക്കുകൂട്ടൽ. പക്ഷേ ഒരു കാര്യം ഞാനത് വരുമ്പം തന്നെ ഉദ്ദേശിച്ചത്, നമ്മുടെ ഇപ്പോൾ ചർച്ചകളെല്ലാം കടത്തിൻ്റെ തോത്, ധനക്കമ്മി, കടവും ആഭ്യന്തര ഉൽപ്പാദനവുമായിട്ടുള്ള അനുപാതം, ഇതൊക്കെയാണ് സാധാരണ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചകളുടെ ഇടയിൽ ശരിക്കും നമ്മൾ ഫോക്കസ് ഇല്ലാതെ പോകുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, ഫോക്കസ് ഇല്ലാതെ പോകുന്നത് എന്താണ്? വളർച്ചാ നിരക്ക്. അപ്പോൾ അവിടെയാണ് നമ്മളിതുവരെ, ഞാനത് ഒരു മീഡിയയിലും കേട്ടില്ല, പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ പ്ലാനിംഗ് ബോർഡ്, സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് മാർച്ചിൽ ഇറക്കിയ ഒരു രേഖയാണ് കേരള ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്. ആ സൈറ്റിലുണ്ട്, എല്ലാവർക്കും കാണാം. അതിൻ്റെ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള ആ ഒരു പേജിൽ തന്നെ പറയുന്നത് 5 വർഷമായി. കാരണം അത് തയ്യാറാക്കിയത്, ഈ പ്ലാനിംഗ് ബോർഡിൻ്റെ ടേം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കാലാവധിയുമായിട്ട് ശരിക്കും കോയിൻസൈഡ് ചെയ്യും.
കാരണം അതിൽ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് പോയപ്പം ആ പ്ലാനിംഗ് ബോർഡും പോയി. പുതിയ പ്ലാനിംഗ് ബോർഡ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഈ കണക്ക് അവർ പറയുന്നത്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്ലാനിംഗ് ബോർഡ് തന്നെ പറയുന്നത്, കഴിഞ്ഞ 5 വർഷത്തെ ആവറേജ് റിയൽ GSDP, അതായത് കോൺസ്റ്റൻറ്റ് പ്രൈസ്, ഇൻഫ്ലേഷൻ കണക്കിലെടുക്കാതെ ഉള്ള വളർച്ചാ നിരക്ക് 4%, 4.1. മനസ്സിലായോ? GDP ഗ്രോത്ത്, കോൺസ്റ്റൻറ്റ് പ്രൈസസ്, GSDP, കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വളർച്ചാ നിരക്ക് നമ്മുടെ തന്നെ കണക്കിൻ പ്രകാരം 4.1 ആണെങ്കിൽ ആവറേജ് കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യയുടെ GDP ഗ്രോത്ത് 6.16. അപ്പോൾ നമ്മുടെ രാജ്യം 6%-ലധികം നിരക്കിൽ വളർച്ച നേടാൻ സാധിച്ചുവെങ്കിൽ 5 വർഷം, രണ്ടും ഒരേ പീരീഡാണ്, കോവിഡ് അടക്കമുള്ള 5 വർഷം. എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ വളർച്ച, കടത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, വളർച്ച 4%, കൂടാതെ തമിഴ്നാട് ഗവൺമെൻറ് വേറെ ഒരു രാഷ്ട്രീയ ഫോർമേഷനാണ് അവിടെ ഭരിച്ചത്. എന്തായാലും തമിഴ്നാടിൻ്റെ വളർച്ച ഏകദേശം 8% അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അതായത് രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്കിനേക്കാളും തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ തമിഴ്നാട് 2% അധിക വളർച്ച നേടിയപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിർഭാഗ്യവശാൽ 2% താഴെയാണ്, 4%. കൂടാതെ അതിൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഇതും നമ്മളെ ചിന്തിക്കേണ്ട കാര്യമാണ്. അതായത് ഇതിനുള്ള പരിഹാരം കണ്ടുപിടിക്കണം. ഇതേ റിപ്പോർട്ട് പ്ലാനിംഗ് ബോർഡിൻ്റെ കേരള ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് മാർച്ച് 2026 വായിച്ചിട്ടില്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നിങ്ങളും വായിക്കണം. അതിൽ പറയുന്നത് പ്രൈമറി സെക്ടറിൻ്റെ, പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ കാർഷിക അനുബന്ധ മേഖലകളുടെ മൊത്തത്തിലുള്ള ഇക്കണോമിക് ഔട്ട്പുട്ട് GSDPയുടെ ഷെയറായിട്ട് കാർഷിക അനുബന്ധ മേഖലകളുടെ പങ്ക് അല്ലെങ്കിൽ ഓഹരി താഴോട്ടാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് കുറഞ്ഞു. ഞാൻ പറയുന്നതല്ല, സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഈ കാര്യവും കൂടി വളരെ, എനിക്ക് തോന്നുന്നത് കടത്തിൻ്റെ തോത്, കടത്തിനെക്കുറിച്ച് എനിക്ക് വളരെ വ്യത്യസ്തമായ അഭിപ്രായം ആണുള്ളത്. ഞാനത്ര പണ്ഡിതനൊന്നുമല്ല. എന്താണ് ശരിക്കും സാമ്പത്തിക വിദഗ്ധൻ എന്നൊക്കെ പറയുന്നു. ഞാൻ സാമ്പത്തിക ശാസ്ത്ര ബിരുദധാരിയല്ല. പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി ഈ ധനക്കമ്മിയെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് എനിക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിപ്ലൈ ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം കടം പ്രശ്നമല്ല എന്നുള്ള കാതലായ ആ പോയിന്റിലേക്ക് ഞാൻ വരാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആദ്യത്തെ ഒരു റൗണ്ട് അതല്ലേ നമ്മൾ പറയുന്നത്, ആദ്യത്തെ റൗണ്ടിൽ എനിക്ക് പറയാനുള്ളത്, ഈ വളർച്ചയ്ക്ക് എങ്ങനെ ആക്കം കൂട്ടും, വളർച്ച എങ്ങനെ പരിപോഷിപ്പിക്കും, കൂടാതെ കാർഷിക അനുബന്ധ മേഖലകൾ, അതും ഇതിൻ്റെ കൂടെ വരുന്നതാണ്. അഗ്രി അലൈഡിൽ തന്നെയാണ് ഫിഷറീസും. ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ KCC കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ ഉണ്ടല്ലോ, അത് ഡയറി നേരത്തെ ക്രോപ്പിന് വേണ്ടി, നെൽകൃഷിക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ വെജിറ്റബിൾ കൃഷിക്ക് വേണ്ടി മാത്രമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ KCC പശു വളർത്തലിനും ഫിഷറീസ് മത്സ്യബന്ധന മേഖലയ്ക്കോ ഉള്ള ചെറിയ ലോണിന് KCC തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതും ഇതിൻ്റെ ഭാഗമാണ്. അവിടെ നമുക്കറിയാം, നമുക്കൊരു നീണ്ട കോസ്റ്റ് ലൈനുണ്ട്. ധാരാളം മത്സ്യത്തൊഴിലാളികൾ നേരിട്ട് നമുക്ക് അനുഭവമില്ലേ, 50-60 വർഷമായിട്ട് നിങ്ങൾ കാണുന്നില്ലേ, അലൂമിനിയം പാത്രത്തിൽ അല്ലെങ്കിൽ ചട്ടി, ഒരു വലിയ ഒരു വെസലിൽ മത്സ്യം കൊണ്ടുവന്ന് വഴുതക്കാടും ഒക്കെ ഇരുന്ന് വിൽക്കുന്ന സ്ത്രീകൾ. അവരുടെ ജീവിതത്തിൽ ഞാൻ പ്രത്യക്ഷമായിട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു മാറ്റം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മാറ്റമുണ്ടെങ്കിൽ നല്ലത്. അപ്പോൾ ഈ മേഖലകളെല്ലാം നവണമെന്നുണ്ടെങ്കിൽ ഉപ്പുകുത്തുന്ന താഴേക്ക് പോകുന്ന ഒരു ഷെയർ, പ്രൈമറി സെക്ടർ ഷെയർ എങ്ങനെ ഉതകും? ഇവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ, ഇവരുടെ ഇൻകം വർദ്ധിപ്പിക്കാൻ, ഇവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിപ്പിക്കാൻ മത്സ്യബന്ധന മേഖലയിലെ ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് നമുക്ക് വിഷ്വലായിട്ട് കാണാൻ പറ്റും. ശംഖുമുഖം ബീച്ചിൽ അവിടെ ചെന്ന ഈ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരുടെ താമസ സൗകര്യവും അവരുടെ ജീവിത രീതിയും, ഈവൻ ഡ്രസ്സ് നിങ്ങൾ നോക്കും, അതിൽ ദാരിദ്ര്യം അതിൽ വളരെ വിസിബിളാണ് അല്ലേ, വളരെ പ്രകടമാണത്.
അതേപോലെ മലയോരത്തി എന്താണ് SC/ST, പത്തനംതിട്ട, വയനാട്, പാലക്കാടുള്ള ഈ എന്താണ് അതായത് തീരപ്രദേശം, ഇടനാട്, മലമ്പ്രദേശവും തീരപ്രദേശവും ധാരാളം വളർച്ചയുടെ കാര്യത്തിൽ പിന്നിലാണ്, ആളോഹരി വരുമാനത്തിൻ്റെ കാര്യത്തിൽ പിന്നിലാണ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൻ്റെ കാര്യത്തിൽ പിന്നിലാണ്. അവിടെ ഇനിയും ധാരാളം മാറ്റങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം 66,006 കുടുംബങ്ങളല്ലേ അതിദരിദ്രം. പക്ഷെ അതിന് ശേഷം എത്ര പടങ്ങൾ നമ്മൾ അതായത് വിഷ്വൽ മീഡിയയിൽ കണ്ടു, അല്ലെങ്കിൽ മറ്റുള്ള ഓരോ സംഭവം പൊന്തി വരുമ്പോൾ എൻ്റെ ചോദ്യം, ഇൻഫാക്റ്റ് ഈ മീഡിയ നോക്കേണ്ടത് ഓരോ തവണയും നമ്മൾ പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു കുട്ടിക്ക് പാമ്പ് കടിയേറ്റ് മരിക്കുന്നു വീട്ടിനകത്ത് കിടന്നുറങ്ങുമ്പോൾ, അതായത് കെട്ടുറപ്പുള്ള വീടല്ല, നമ്മൾ അറ്റ്ലീസ്റ്റ് നോക്കേണ്ടത് ഈ കുടുംബം 66,006 ഉണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ ഈ 66,006 എന്നുള്ളത് ക്രെഡിബിളായിട്ടുള്ള രേഖയല്ല, ലോജിക്കലാണ്. ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ പറയും. 66,006 ഉള്ളൂ. അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു, ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തി, ഇനി വലുതായിട്ടില്ല. പക്ഷേ അടുത്തത് വാർത്ത വരുന്നത് ഇതുപോലത്തെ കുട്ടി പാമ്പ് കടി. ഇങ്ങനെ സാധാരണ ഒരു കെട്ടുറപ്പുള്ള വീട്ടിലാണെങ്കിലും സംഭവിക്കാമെങ്കിലും അതായത് അടിസ്ഥാന വിഭാഗങ്ങൾ ഇപ്പോഴും വലിയ രീതിയിൽ വെല്ലുവിളി നേരിടുന്നു. അതായത്